കോട്ടയ്ക്കൽ എടരിക്കോട് മമ്മാലിപ്പടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വാഹനാപകടങ്ങളുടെ കൂട്ടിയിടിയിൽ പൊലിഞ്ഞത് പിഞ്ചു കുഞ്ഞിന്റേതുൾപ്പെടെ 2 ജീവനുകൾ. 6-വരിപ്പാതയുടെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെ എത്തിയ കണ്ടെയ്നർ ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റു വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തുന്നത് നാട്ടുകാരാണ്. വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനും ആശുപത്രിയിലെത്തിക്കാനും അവർ പോലീസിനൊപ്പം എല്ലാം മറന്നു നിന്നു. ആംബുലൻസ് എത്തിക്കാനും വഴിയൊരുക്കാനും നിമിഷനേരം കൊണ്ട് ഒരു നാട് കൈകോർത്തു. വാഹനങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനും പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുവാനും നാട്ടുകാർ പോലീസിനൊപ്പം പ്രവർത്തിച്ചു. ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാനും അപകടാവസ്ഥയെ നിയന്ത്രിക്കാനും പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാരും സന്നദ്ധസേനാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു. ഞങ്ങളെല്ലാവരും ഒരു തവണ ചിന്തിച്ചില്ല. ചോരയിൽ കുളിച്ചു നിൽക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു ആദ്യ പരിഗണന. രക്ഷാപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞതാണിങ്ങനെ. എടരിക്കോട് വൈലത്തൂർ സംസ്ഥാന പാതയിലാണ് കണ്ടെയ്നർ വന്ന് നിന്നത്. റോഡിന് കുറുകെ കണ്ടെയ്നർ നിന്നതോടെ സംസ്ഥാന പാത മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിനിന്റെ സഹായത്തോടെയാണ് കണ്ടെയ്നർ റോഡിൽ നിന്ന് നീക്കിയത്. കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽ പാടെ തകർന്നു. പാലച്ചിറമാട് ഭാഗത്ത് 6-വരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ട് മമ്മാലിപ്പടിയിൽ എത്തിയാണ് തിരിഞ്ഞുപോയത്. പുതിയ 6-വരിപ്പാതയിലൂടെ പഴയ ദേശീയപാതയിലൂടെയോ വലിയ വാഹനങ്ങൾ പോകുകയാണെങ്കിൽ ഇത്തരം അപകടം ഇല്ലാതാക്കാൻ കഴിഞ്ഞേ. പുതിയ സർവീസ് റോഡ് വന്നതോടെ മമ്മാലിപ്പടി അപകട മേഖലയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.